ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഓർക്കിഡ് എങ്ങനെ നടാമെന്നാണ് കാണിക്കുന്നത്. ഇത് ഞാൻ മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ള ഓർക്കിഡ് ടവർ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ചെയ്തതിൽ നിന്ന് ഞാൻ അടർത്തി എടുത്തതാണ്. അപ്പോൾ ഇതിൽ പുതിയ റൂട്ട്, ഇത് പുതിയൊരു തൈ വന്നിട്ടുണ്ട്. അത് പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ നല്ല ഹെൽത്തി റൂട്ട്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് അടർത്തി എടുക്കുന്നില്ല. ഞാനിത് പോട്ട് ചെയ്ത ശേഷം കുറച്ചും കൂടി ചെടി വലുതായ ശേഷം അടർത്തി എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അടർത്തി എടുക്കും. നല്ല റൂട്ട്സാണ് ഉണ്ടായിരിക്കണത്. അപ്പോൾ ഞാൻ ഈ ഹെൽത്തി റൂട്ട് നല്ല ചെടിയാണ് ഉണ്ടായിരിക്കണത്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. 2 നേരം നനയ്ക്കുമായിരുന്നു. അപ്പോൾ നനയ്ക്കുകയും നമ്മുടെ നല്ലൊരു അന്തരീക്ഷം ആയതുകൊണ്ട് അത് പുതിയ തൈ അതിനകത്ത് നിന്ന് മുളച്ച് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങൾ വെച്ച് ഓട്, പിന്നെ കരിക്കട്ട, ഇഷ്ടികയുടെ ചെറിയ കഷ്ണങ്ങൾ, ഈ 3 വെക്കേണ്ടു. നമ്മൾ എന്നിട്ട് ഇതുപോലെ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആക്സോ ബ്ലേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ചകിരി മടൽ മുറിച്ചെടുക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇതേപോലെ പോട്ട് ചെയ്തു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഒരു ഓർക്കിഡ് പോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ചട്ടിക്ക് 20 രൂപയാണ് ആയിട്ടുള്ളൂ കേട്ടോ. ചെറിയ കഷ്ണം എടുത്തിട്ട് ചെറിയ പൈപ്പിൽ ഞാനത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ പച്ച ഷീറ്റ് കൊണ്ട് നമ്മൾ കെട്ടുന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ കാറ്റ് വീശുമ്പോൾ പെട്ടെന്ന് വെള്ളം പോവില്ല. ഇങ്ങനെ പച്ച ഷീറ്റ് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ പൈപ്പിൽ കെട്ടുന്നു. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിന് ചട്ടിക്ക് 20 രൂപയാണ് വന്നത്. പൈപ്പിന് വില കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ, വലിയ പൈപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. അതിനേക്കാളും കോസ്റ്റ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഷീറ്റ് ഇങ്ങനെ കിട്ടുന്നതിലൂടെ വെള്ളം നന്നായിട്ട് വാർന്നു പോവുമെങ്കിലും ഈ ചകിരിക്ക് ചുറ്റും ഒരു കവറിങ് പോലെ അത് കിട്ടുന്നുണ്ട്. ഇത് ആ ചെടി വെച്ചിട്ട് 5-ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ റൂട്ടുകളൊക്കെ പതുക്കെ ആ ചകിരിയിലേക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ കഷ്ണത്തിലേക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് നനയ്ക്കുമ്പോൾ ഈ ചെടിയിലേക്ക് അധികം ഇളക്കം തട്ടാത്ത രീതിയിൽ പതുക്കെ വെള്ളത്തിലൂടെ ഒഴിച്ചു കൊടുക്കുക. ചെടി നമ്മൾ വെച്ചിട്ട് കുറച്ച് ദിവസം അത് അനക്കരുത്. അനക്കി കഴിഞ്ഞാൽ ഈ വേരുകൾ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ വേരുകൾക്ക് അനക്കം തട്ടാത്ത രീതിയിൽ പതുക്കെ നനച്ചു കൊടുത്താൽ മതി. അത് പതുക്കെ ഈ വേരുകളൊക്കെ ഈ ചകിരിയിലേക്കും ഈ ഓടും കഷ്ണത്തിലേക്കൊക്കെ പതുക്കെ വന്ന് ചേരും, സെറ്റാവും. അപ്പോൾ ചെടി അതേപോലെ ഈ ഇലകളൊക്കെ വളർന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷനും കൂടി ഈ വീഡിയോയിൽ ഇടാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചെടികൾ ഇതിപ്പോൾ ഞാൻ ചെറിയ ട്യൂബാണ്. ഇതിൻ്റെ വലിയ പൈപ്പിൽ ഓർക്കിഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. അതുപോലെ ഇത് ചെറിയ പൈപ്പിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു തൈകളായിട്ട് നമുക്ക് വെച്ചാൽ മതിയാവും. ഇതിൻ്റെ അപ്ഡേഷനോടുകൂടി ഞാൻ കാണിച്ചത് ഇത് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്